ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. ആദ്യം തന്നെ ഇന്ന് തുടങ്ങുമ്പോൾ എൻ്റെ അളിഞ്ഞ മോന്ത കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അമ്മയുടെ മുഖം കാണിച്ചത്. അമ്മയുടെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എഴുന്നേൽക്കാൻ നേരം വൈകിക്കൊണ്ട് തന്നെ ഇവിടെ ചായ വെച്ചിട്ടുണ്ടായിരുന്നത് തണുത്തപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ. പല്ലൊക്കെ തേച്ച് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചായ ചൂടാക്കിയതിന് ശേഷം വന്നപ്പോൾ ഇവിടെ വാഴപ്പിണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മൂമ്മ. അങ്ങനെ അപ്പോൾ ഇന്ന് ഉപ്പേരിക്ക് ഇത് തന്നെയായിരിക്കും. പിന്നെ നല്ല പുട്ടും കടലക്കറിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്മസ് ആണ്. ഹാപ്പി ക്രിസ്മസ്. എന്താ പറയുക, എല്ലാവരും അടിച്ചു പൊളിക്കുക. എനിക്കുള്ള പരിപാടി എന്ന് പറയുന്നത് പഴയ കാലത്ത് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പഴയ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലത്തിന്റെ തുടക്കം ഇപ്പോൾ 2024 പറയില്ലേ, 2023 22 ലാസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട് ക്യാമറയിൽ. അതൊക്കെ ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്ത് ഇടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള എഡിറ്റിംഗ് പണിയൊന്നുമില്ല, എന്നാൽ കൂടി അത് എൻ്റെ മടി കാരണം കൊണ്ട് കുറേ കാലങ്ങളോളം ലാപ്ടോപ്പിലും ക്യാമറയിലൊക്കെ ആയിട്ട് കുറച്ച് ഫോൾഡേഴ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സോ അത് എഡിറ്റ് ചെയ്യണം. പിന്നെ ഇന്നത്തെ മെയിൻ എന്താ പറയുക ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ജില്ലകളുടെ ബോർഡറിലായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, പാമ്പാടി ഐവർ മഠം എന്ന് പറയും. ഒട്ടുമിക്ക ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ദഹിപ്പിക്കുന്ന ഇതുണ്ടല്ലോ, നമ്മുടെ ഫ്യൂണറൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ദഹിപ്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു സ്ഥലം. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്ത് ഇന്ന് ഒരു പരിപാടി നടക്കുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും നടക്കാറുള്ളതാണ്. ഡിസംബർ മാസം, ഇംഗ്ലീഷ് മാസം ഡിസംബർ, മലയാളം മാസം ധനുമാസത്തിലാണ് നടക്കാറുള്ളത്. എനിക്ക് ആ കൃത്യമായിട്ടുള്ള നാള് ഓർമ്മയില്ല, ഇതൊരു നക്ഷത്രത്തിലാണ് നടക്കാറുള്ളത്. അങ്ങനെ ഇന്നാണ് ഈ കൊല്ലത്തെ പരിപാടി അവിടെ നടക്കാൻ പോകുന്നത്. കളിയാട്ടം എന്നാണ് പരിപാടിയുടെ പേര്. അപ്പോൾ ഒരു കൊല്ലം ഞാൻ പോയപ്പോൾ ഷാജി കൈലാസ്, പിന്നെ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഞാൻ അവിടെ കണ്ടു. ചിലപ്പോൾ അതിൻ്റെയൊക്കെ റെഫറൻസ് എന്തെങ്കിലും വെച്ചിട്ടായിരിക്കാം. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പടം ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു അത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെഫറൻസ് ഉണ്ടാവുമായിരിക്കാം. ഒരു കാന്താര മോഡൽ പോലെ ആയിരിക്കാം കളിയാട്ടം നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയുക പരിപാടിക്ക് പോകണം. ആ ഒരു പരിപാടി എന്ന് പറയുന്നത് വൈകിട്ട് 6 മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 6 മണിക്കൂറോളം പരിപാടി ഉണ്ടായിരിക്കും. അവിടെ തെയ്യമാണ്, കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ കാണുന്ന തെയ്യം. അതിന്റെ തീമും കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ 2 പ്രാവശ്യം മുൻപ് പോയിട്ടുണ്ട്, പക്ഷെ അത് ഇത്ര വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തുകൊണ്ടല്ലാതെ പോയത്. ജസ്റ്റ് ഒരു ഇവിടുത്തെ ഫ്രണ്ട്സിന്റെ കൂടെ പോയി എന്നുള്ളൂ. പക്ഷെ അത് നല്ല രസമുള്ള പരിപാടിയായിട്ട് തോന്നി. അന്ന് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സെറ്റപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് അതിപ്പോ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അറിയില്ല, ഒരു 50-50 ചാൻസിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ പോവും, ചിലപ്പോൾ പോവില്ല. പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോയിൽ ഇന്നത്തെ മേജർ പരിപാടി എന്ന് പറയുന്നത് അതായിരിക്കും. പിന്നെ അതിനുശേഷമല്ല, ഇപ്പോൾ എന്തായാലും എഡിറ്റിംഗ് പരിപാടിക്ക് പോകണം. അപ്പോൾ എഡിറ്റിംഗ് പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ കുറേ ആഴ്ചകൾക്ക് ശേഷമാണ് എൻ്റെ ലാപ്ടോപ്പ് ഞാനൊന്ന് തുറക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് നല്ല രീതിക്ക് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ കാണിച്ചു തരാം. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോയാണ്, M1 ചിപ്പ് മാക്ബുക്ക് പ്രോയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ സോണി ZV-1. ഇത് ലെൻസ് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ തുടക്കത്തിലൊരു വാങ്ങിച്ചതാണ്. ഇത് 2022 മറ്റോ വാങ്ങിച്ചതാണ്. ഇപ്പോൾ വ്ളോഗിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു ബേസ് മോഡലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തോന്നിയത്. പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു, ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ലെൻസ്. പക്ഷേ അത് എന്തോ എനിക്കെന്താ ഒരു ബുദ്ധി ഓടിയില്ല. അപ്പോൾ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അത്ര വലിയ പ്രൈസിൽ വ്യത്യാസമൊന്നുമില്ല, അത് വാങ്ങിച്ചേനെ. ഇതിപ്പോൾ എന്തായാലും നമ്മളൊന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഒരു ബിഗിനർ എന്നുള്ള ലെവലിലാണ് ഇത് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കണം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇതിപ്പോൾ ക്യാമറയിൽ അങ്ങനെ കാണാൻ തോന്നുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ലാപ്ടോപ്പിൽ കുറച്ച് നേരം അങ്ങനെ കുത്തിയിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചപ്പോഴാണ് ഓർത്തത് ക്രിസ്മസ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ ട്യൂഷന് പഠിച്ചിരുന്ന താരുവിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് ഓർമ്മ.
താരുവുമായിട്ടുള്ളൊരു വീഡിയോ പെൻഡിങ്ങിലാണ്. എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ താരു കൊണ്ടുവന്ന് തന്ന വൈനാണ്, അവൻ്റെ വീട്ടിലുണ്ടാക്കിയ ഒരു വൈനാണ്. അത്ര വലിയ സ്ട്രോങ് ആൽക്കഹോളിക് വൈനൊന്നല്ല, സാധാരണ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു വൈൻ, അത്രയേ ഉള്ളൂ. ചെറിയൊരു വൈൻ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെറുതാണെന്നല്ല, ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചൊക്കെ അന്ന് കുടിച്ചിരുന്നു. പിന്നെയും ഇവിടെ ഒരു ഹാഫ് ബോട്ടിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നാളുകൾ ഇരുന്നുകൊണ്ട് കുറച്ചുകൂടി ആ ഒരു അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല എയർ ഇങ്ങനെ തള്ളി വന്നു. അപ്പോൾ ഞാനൊരു ഷോർട്ട് ഗ്ലാസ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് എടുത്തൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് ഒക്കെ അല്ലേ. ഞാനിപ്പോൾ ഒരു ട്യൂഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിനു വേണ്ടി പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് പോകാൻ. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാമ്പാടിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും അത്യാവശ്യമുണ്ട്. ഇവിടെ എൻ്റെ വീടിൻ്റെ അവിടെ വന്നിട്ട് ഏകദേശം ഒരു 10-52 കിലോമീറ്ററാണ് ദൂരം. അങ്ങനെ നമ്മളിവിടെ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇതൊരു പഴയൊരു ബിയർ ഫാക്ടറിയാണ്. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല, അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. നമ്മളിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുവാണ്. ഇവിടെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കുറേ ആളുകളുടെ ഓഫീസുകളുണ്ടല്ലേ, അങ്ങനെ കുറേ ആൾക്കാരെ അതായത് ഇത് ഈ പരിപാടി ചെയ്യുന്ന മറ്റേ രമേഷ് കോരപ്പത്ത ആളുടെ ഇതിലല്ലേ ഈ പറഞ്ഞ ഇത് അയ്യൂർ മഠം. ചുടലപ്പറമ്പിലെ കളിയാട്ടാണ് നമ്മൾ കാണാൻ പോണത്. ഇവിടെ എന്തോ ഉണ്ട് കേട്ടാ, എന്താ കുടിക്കണ ആള്. ഇവിടെ അങ്ങനെ സാധാരണ എല്ലാ വർഷവും ഒന്നും അങ്ങനെ കഴിക്കാനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ 2-3 വർഷം മുൻപൊക്കെ വന്നപ്പോഴൊന്നും ഇവിടെ ഭക്ഷണം, അതേപോലെ തന്നെ കുടിക്കാനായിട്ട് കാപ്പി, ചായ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഓരോ കാലം കൂടുന്തോറും ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ സൈഡിൽ കാണാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നുപോയ പരിപാടിയുടെ എടുത്ത ഒരു ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആളുടെ ഫോട്ടോസാണ്. പിന്നെ ഇപ്പം ഈ കാണുന്ന ഈ ഇറക്കം അങ്ങോട്ട് പോകുന്നത് ഭാരതപ്പുഴയുടെ തീരത്തേക്കാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബലികർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് കളിയാട്ടം നടക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇറങ്ങുന്നതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ആളുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രതിവർഷം ആളുകളുടെ എണ്ണം ഇതിൽ പങ്കാളിത്തം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും കണ്ടും കേട്ടറിഞ്ഞൊക്കെ വരുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ, ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് ഇതിൽ. കാരണം പലരും ആ ഒരു രീതിയിലും അറിഞ്ഞു വരുന്നവരുണ്ട്. പിന്നെ കാന്താര സിനിമ കണ്ടിട്ട് ആ ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു തെയ്യം പ്രതീക്ഷിച്ച് വരുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു സിനിമയിൽ കാണുന്ന തെയ്യമല്ല ഇവിടെ. ഗുളികൻ എന്ന് പറയുന്ന തെയ്യമൊക്കെ അവിടെ ആടുന്നുണ്ട്, ഗുളികൻ്റെ തിറയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ആ സിനിമയിലെ ആ ഒരു രീതി പ്രതീക്ഷിച്ച് വരരുത്. നമ്മുടെ പക്ക കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വള്ളുവനാടൻ തെയ്യമാണ് ഇതിൽ കൂടുതലും കാണുന്നത്. മറ്റേത് കാസർഗോഡ് കർണാടക ബോർഡറിൽ കാണുന്ന തെയ്യമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് എൻ്റെ ആ ഒരു അറിവ് പ്രകാരം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെയ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഭാഷയും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. വള്ളുവനാടൻ ഭാഷയിൽ ആണെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോരോ ഇങ്ങനെ കുടിലുകൾ പോലെ ഹട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുടിലുകളുടെ ഉള്ളിലാണ് അതാത് ആരാധനാമൂർത്തികൾ അങ്ങനെ അവരുടെ വേഷവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചടങ്ങാണ് ഇതിൻ്റെ. ഇതാണ് പാമ്പാടി ഐവർ മഠത്തിലെ എന്താ പറയുക ദഹിപ്പിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ചുടലപ്പറമ്പ് അവിടെ ഇപ്പോൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബോഡീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു വൈകിട്ട് 5 മണിക്ക് ശേഷം ദഹനം കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല.
പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് എനിക്ക് തോന്നുന്നു. ആ ഒരു തെയ്യം കെട്ടിയാടാൻ പറ്റിയ ഒരു സ്ഥലം. എനിക്കറിയില്ല വേറെ ഏതെങ്കിലും ശ്മശാനത്തിനായിരിക്കും ഇങ്ങനെ ഇത്തരത്തിലുള്ള പരിപാടികളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ലൈവായിട്ടിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താ പറയുക, ദഹിപ്പിച്ച ആ ഒരു ഭൂമിയിലെ എന്താ പറയുക ദൈവങ്ങളുടെ ഒരു സംഘമാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഒന്നാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. എന്നതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഇത്രയും ഒരു ചാരമായി മാറും. അപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു റിയാലിറ്റിയാണ് നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ പറ്റുക. നമ്മൾ പലപ്പോഴും നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ ഒന്നും ചിന്തിക്കാറില്ല, പക്ഷെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു ഏരിയയാണ്. ഇവിടെ അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഈ ചുടൽപ്പറമ്പിൻ്റെ ചുറ്റിനും ഓരോരോ ആരാധനാമൂർത്തികളെ അങ്ങനെ വെച്ച് ആരാധിച്ചു പോരുന്ന ഒരു ചടങ്ങുണ്ടെന്ന് തോന്നുന്നു. സ്ഥലങ്ങളുണ്ട് അങ്ങനെ പാലമരത്തിൻ്റെ ചൂട്ടിലൊക്കെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു വൈബാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നല്ല തിരക്കുള്ളപ്പോൾ നമുക്ക് ആ ഒരു അതിൻ്റെ ശാന്തത അതിൻ്റെ ആ ഒരു ഇതിൽ കിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ശാന്തത കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മളൊരു പേടിപ്പെടുത്തുന്ന രീതിയിലേക്കായിരിക്കാം അതിൻ്റെ ആ ഒരു വൈബ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെയാണ് തെയ്യത്തിൻ്റെ ആരാധനാമൂർത്തികളെ വെച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങുകളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ നിൽക്കാൻ വെച്ചിരുന്ന സ്ഥലം ഇതാണ്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ അത്യാവശ്യം ഉണ്ടെങ്കിൽ കൂടി താഴേക്ക് ഇറങ്ങി നിന്നാലാണ് ഒരു പക്ഷേ കുറച്ചുകൂടിയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റുക. പിന്നെ വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം താഴേക്ക് ഇറങ്ങിയാൽ തന്നെയാണ് ഒരു ക്ലാരിറ്റിയിൽ കിട്ടുക എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത് പരിപാടി തുടങ്ങാൻ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചടങ്ങുകളൊക്കെ ഇവിടെ അനൗൺസ്മെൻറ്റിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഈ പാടുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഇതിപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ പൂജാ ചടങ്ങുകളാണ്. അവരുടേതായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബലി കൊടുക്കുന്ന ആ ഒരു കർമ്മം അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് എന്താ പറയുക ഭദ്രകാളിയുടെ കുളിച്ചെഴുന്നള്ളത്ത് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ പൂജാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് അതിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ചടങ്ങുകളായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ആളുകൾ വളരെ തിരക്കിലായതുകൊണ്ട് നമുക്കതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് പ്രകാരമുള്ള അറിവ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കുളിച്ചെഴുന്നള്ളത്ത് എന്ന് പറയുന്ന ചടങ്ങുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഭദ്രകാളി വരുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 3 ലോകവും കീഴടക്കിയിട്ടും തൻ്റെ കലി തീരാതെ കലി അടക്കാൻ പറ്റാതെ വരുന്ന ഭദ്രകാളീനെ ശിവന്റെ ഭൂതഗണങ്ങളും മറ്റും എന്താ പറയുക തടഞ്ഞു നിർത്തുന്ന അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ തെയ്യം എന്ന് പറയുന്നത് നമുക്ക് ഏതു കൂടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ആ ഒരു ടൈമിൽ തോന്നുന്ന രീതിയിലൂടെ ആളുകളുടെ ഇടയിലൂടെയൊക്കെ ഓടി പോകും. അപ്പോൾ നല്ല തിക്കും തിരക്കൊക്കെ വരും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു സൈഡിലോട്ട് ഇങ്ങനെ മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളാണ് നിങ്ങൾ കാണുന്നത്.
ഇതൊക്കെ ഇവിടെ ഇങ്ങനെ പൂജിച്ചു വെച്ചിട്ടുള്ള വാളുകളാണ്. അതായത് തെയ്യത്തിൻ്റെ ഓരോരോ ഭദ്രകാളി ഉണ്ട്, അതേപോലെ പൊട്ടൻ തെയ്യം, അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ കാന്താരയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഗുളികൻ്റെ തിറയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ ആരാധനാമൂർത്തികൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള വാളുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആളുകളോടൊക്കെ ഇവിടെ അനൗൺസ്മെൻറ്റിലൂടെ പറയുന്നുണ്ട് അകലം പാലിച്ചുകൊണ്ട് നിൽക്കണം. ഇത് എടുത്ത് ഇങ്ങനെ തെയ്യം ഇങ്ങനെ ഓടുന്നതിനിടയ്ക്ക് അപകടങ്ങൾ സംഭവിക്കാം, മുറിവുകൾ സംഭവിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അനൗൺസ്മെൻ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അവിടെ
വളണ്ടിയേഴ്സ് വളരെ ശ്രദ്ധിക്കുക.
ഇതാ ഈ സംഭവം കണ്ടോ, അതാണ് അവിടെ അനൗൺസ്മെന്റ് ഓൾറെഡി പറഞ്ഞു പോയിരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂർച്ചയേറിയ വാളാണ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തെങ്ങാനും നിൽക്കുന്ന ആളുകൾക്ക് ഇത് കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇത് ഇവരുടെ മേലേക്ക് ഇങ്ങനെ ഒരു ആവാഹിച്ച് ഇവർ ആ ഒരു വ്രതമൊക്കെ എടുത്ത് ചെയ്യുന്ന കാരണം കൊണ്ട് ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ഒരു സ്പിരിച്വൽ മൈൻഡിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വീശുന്ന ആ ഒരു ഇതിൽ അവിടെ ആ ഡിസ്റ്റൻസും കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ആളുകളോട് സ്വമേധയാ മാറി നിൽക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതിന് വേണ്ട പാത്തോ കാര്യങ്ങളോ, അതായത് വഴിയൊന്നും അങ്ങനെ കൃത്യമായിട്ട് ഇട്ടിട്ടില്ല. പിന്നെ ഇവർക്ക് ഈ തെയ്യം കെട്ടിയാടുന്നവർ പോകുന്ന വഴി ഓൾറെഡി അസൈൻ ചെയ്തിട്ടൊന്നല്ല പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവിടെ രാത്രി ഇപ്പം നമ്മൾ പോരാൻ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 മണിയോളം ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പുലർച്ചെ 3-4 മണി വരെ എന്തായാലും പരിപാടികളുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മളധികം വെയിറ്റ് ചെയ്തില്ല, നമ്മൾ നേരെ പോന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് നല്ലൊരു ഭക്ഷണം കിട്ടുന്ന ഒരു തട്ടുകട പോലത്തെ സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ കയറി, അവിടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഏകദേശം. അപ്പോൾ നമ്മളത് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി തീരുവാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.